നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുവചനം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പോലെ ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ ആയിരിക്കും. ഈശോ നമ്മളോട് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഈശോ പറയുന്നത് പോലെ നമ്മൾ ചെയ്താൽ അവൻ നമ്മുടെയും നമ്മൾ അവൻ്റെയും സ്നേഹിതരായിരിക്കും എന്നുള്ളത്. അവൻ നമ്മളോട് വലിയ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പറയുന്നില്ല. വചനത്തിലുടനീളം, വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം അവൻ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങൾ നന്മ ചെയ്യുവിൻ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ, ദൈവത്തെ ആരാധിക്കുവിൻ, ദൈവത്തെ സ്നേഹിക്കുവിൻ. അങ്ങനെ എല്ലായിടത്തും സ്നേഹമയമായ വാക്കുകളാൽ നമ്മളോട് സംസാരിക്കുന്ന ഈശോ ഈ വചനത്തിലും അത് തന്നെയാണ് തീർച്ചയായും പറയുന്നത്. എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം സ്നേഹമാണ്. പരസ്പര പൂരകങ്ങളാകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ജീവിതങ്ങളെയും സ്നേഹമെന്ന രണ്ടക്ഷരത്തിലേക്ക് നമുക്ക് തളച്ചിടാനാകും. അങ്ങനെയെങ്കിൽ ഞാൻ അപരനെ സ്നേഹിക്കുന്നതിലൂടെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ എൻ്റെ ഈശോയെ തന്നെയാണ്, എൻ്റെ ദൈവത്തെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് വളരുവാനും നന്മയിലൂടെ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനും നമുക്ക് സാധിക്കും. സ്നേഹമാകട്ടെ നമ്മുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനം. സ്നേഹമാകട്ടെ ഈശോയാകുന്ന ദിവ്യകാരുണ്യ നാഥനോടുള്ള നമ്മുടെ ആത്മാർത്ഥമായ ബന്ധത്തിൻ്റെ അടിത്തറ. സ്നേഹത്തിൽ ഊന്നി, സ്നേഹത്തിൽ അടിയുറച്ച് നമുക്കും ജീവിക്കാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം കാണുന്നതൊക്കെയും സത്യമാകണം എന്നില്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്: ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച. നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നാം പലപ്പോഴും കണ്ടിട്ടുള്ള, എന്തിനേറെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും നാം കണ്ടിട്ടും കാണാതെ പോയിട്ടുള്ള ചില സന്ദർഭങ്ങൾ. അത്തരത്തിലുള്ള സന്ദർഭങ്ങളെ ചൂണ്ടിക്കാട്ടുവാനുള്ള ഒരു കഥയിലേക്ക് നമുക്ക് കടക്കാം. ഒരിക്കൽ ഒരു ഗ്രാമത്തിലൂടെ ഒരു യാചകൻ നടന്നു പോകുന്നുണ്ട്. ഒരു വീട് കണ്ടപ്പോൾ, ഒരു ഭവനം കണ്ടപ്പോൾ അവിടേക്ക് കയറി ഭിക്ഷ യാചിക്കാം എന്ന സന്തോഷത്തോടുകൂടി അയാൾ ആ വീടിൻ്റെ മതിലിനരിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു കർഷകൻ തൻ്റെ മകളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഈ യാചകൻ ആ കാഴ്ച കൊതിയോടെ നോക്കി നിന്നു. എന്ത് സന്തോഷമായിരിക്കും ഈ കർഷകന്റെ വീട്ടിൽ! ഇയാളായിരിക്കും ഈ ഗ്രാമത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ. കാരണം മകളോടൊപ്പം ഇരുന്ന് സന്തോഷത്തോടെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ലല്ലോ. അങ്ങനെ ഒരു ചിന്തയുമായി യാചകൻ കാത്തുനിന്നു, അയാൾ ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട്. എന്നാൽ അയാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ യാചകൻ വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും തരണേ എന്ന്. ഈ കർഷകന്റെ ഭാര്യ മുന്നിലേക്ക് ഇറങ്ങി വന്ന് ഏതാനും നാണയത്തുട്ടുകൾ ഇയാളുടെ കയ്യിലേക്ക് നൽകുന്നു. അതും വാങ്ങി സന്തോഷത്തോടെ ഇയാൾ തിരികെ പോകുന്നു. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം കർഷകൻ തന്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, വിത്ത് പാകുവാനുള്ള സമയമായി, എൻ്റെ കയ്യിലാണെങ്കിൽ കാശൊന്നുമില്ല, എവിടെന്നെങ്കിലും എനിക്ക് കുറച്ച് കാശ് ഒന്ന് സംഘടിപ്പിച്ച് തരാമോ എന്നുള്ളത്. ഈ ഭാര്യ ഇത് കേട്ട് ഏറെ വിഷമത്തോടെ പറയുന്നുണ്ട്, മുതലാളിയുടെ അടുത്തേക്ക് പോയി നിങ്ങളൊന്ന് ചോദിക്ക്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണല്ലോ ഗ്രാമത്തിൽ മുഴുവൻ, അല്ലെങ്കിൽ ഗ്രാമത്തിലെ ഏറ്റവും കൂടുതൽ കാശുള്ളത്. അങ്ങനെ കർഷകൻ അവിടെ നിന്നും യാത്രയാവുകയാണ്. കർഷകന്റെ യാത്രയിൽ നമുക്കും കൂടെ ചേരാം. ഇനിയുള്ള യാത്ര മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുൻപായി വചന സമീക്ഷയുടെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ഡോക്ടർ ഗ്രേസി സത്യനാണ്. ഗ്രേസി ആന്റി, എവിടെ നിന്ന് വിളിക്കുന്നു? കാഞ്ഞിരംകുളം. കാഞ്ഞിരംകുളം. ഓക്കെ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മോന്റെ ഭാര്യ, ഒരു കുഞ്ഞ്. ഓക്കെ, അപ്പം സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബം അല്ലേ? ഓക്കെ ആന്റി, അപ്പോ നമ്മുടെ വചന സമീക്ഷയുടെ ഒന്നാമത്തെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അപ്പം ഗ്രേസി ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സന്മനസ്സോടെ ദൈവത്തെ അനുസരിക്കുമെങ്കിൽ എന്ത് ലഭിക്കും? ദേശത്തിലെ നന്മ. ആന്റി ഒരിക്കൽ കൂടെ ഉറക്കെ പറയാവോ? ദേശത്തിലെ നന്മ അനുഭവിക്കും. ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, ദേശത്തിലെ നന്മ അനുഭവിക്കും. ആന്റി നന്നായിട്ട് പ്രാർത്ഥിക്കാറൊക്കെ ഉള്ള ഒരാളല്ലേ, ഒരു വ്യക്തിയല്ലേ? അപ്പൊ ഈശോയുടെ നന്മയൊക്കെ ഇതുപോലെ തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടില്ല എന്ന് തോന്നിയ നിമിഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആന്റി ഡോക്ടർ അല്ലേ? ആ തന്നെ. അപ്പൊ ഒരു ഡോക്ടർ എന്ന നിലയിൽ എങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം വളരെ ചുരുങ്ങിയ വാക്കുകളുണ്ടെന്ന് പറയാവോ? എന്ന നിലയിൽ ഏത് പേഷ്യൻസിനെ നോക്കിയാലും ഞാൻ സ്റ്റെപ്പ് വെച്ച് അവരെ നോക്കുമ്പം പ്രാർത്ഥിച്ചുകൊണ്ടാണ് നോക്കുന്നത്. പിന്നെ എനിക്ക് എല്ലാ ഇത്രയും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് രാത്രി ഞാൻ ഉറങ്ങുമ്പോഴായാലും അവരെ കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടക്കും. അപ്പൊ എനിക്ക് അതിനോട് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെയും ഒരു പാകപ്പിഴയൊന്നും വന്നിട്ടില്ല. കരരുതേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അത് ഈശോയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം. നമ്മളെല്ലാം പറയില്ലേ ഈശോയാണ് ഏറ്റവും വലിയ വൈദ്യനെന്ന്. അപ്പോ ഞങ്ങളെ പോലുള്ള അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സിനെയൊക്കെ സമീപിക്കുന്ന രോഗികൾക്ക് ഈശോയുടെ രൂപത്തില്, ദൈവത്തിന്റെ രൂപത്തില്, ദൂതന്റെ രൂപത്തിലുള്ളത് ഡോക്ടേഴ്സാ. അപ്പൊ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ആന്റിയോട് സംസാരിക്കാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ദൈവദൂതനായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താ പറയാ നിറഞ്ഞാടുന്ന ആന്റിയോട് സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദൈവത്തെ എതിർത്ത് നിഷേധിക്കുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവത്തെ എതിർത്ത് നമ്മള് മത്സരിച്ച നമ്മള് ബൈബിളിൽ പറയുന്ന വാളിനിരയായി തീരുമെന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ആന്റി പറഞ്ഞു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ വാളിനിരയായി തീരും. ഓക്കെ, അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്: അവരുടെ പ്രഭുക്കന്മാർ എങ്ങനെയുള്ളവരാണ്? അവരുടെ പ്രഭുക്കന്മാർ മത്സരികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ആന്റി? മത്സരികളും പിന്നെ അവര് എന്തോ കള്ളന്മാരുടെ കൂട്ടാളികളും. ആന്റി പറഞ്ഞ ഉത്തരം ശരിയാണ്. നിഷേധികളും കള്ളന്മാരുടെ കൂട്ടാളികളും സമ്മാനങ്ങളിൽ പ്രിയപ്പെടുന്നവരും പ്രതിഫലം കാക്ഷിക്കുന്നവരും ആകുന്നു. അപ്പൊ എന്തായാലും അതിൽ പറഞ്ഞല്ലോ ഉത്തരം, അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഉത്തരമാണല്ലോ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ആന്റി നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം അല്ലേ? റെഡി അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: യഹോവ ശത്രുക്കളോട് എന്ത് ചെയ്യുമെന്നാണ് അരുളി ചെയ്തത്? ശത്രുക്കളോട് എന്ത് ചെയ്യുമെന്നാണ് അരുളി ചെയ്തത്? യഹോവയുടെ ശത്രുക്കളായാൽ, അല്ലെങ്കിൽ യഹോവ ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയുടെ പ്രിയപ്പെട്ട ജനത്തെ ദ്രോഹിക്കുന്നവർക്കെതിരെ എന്തോ ചെയ്യും. അപ്പോ യഹോവ ശത്രുക്കളോട് എന്ത് ചെയ്യുമെന്നാണ്? സെയിം ആ സാധനം തന്നെയാണ്. അവര് വാളിനിരയാക്കി മത്സരിക്കും. വാളിനിരയാക്കുന്ന ഒരു ഇമോഷന് പറയുന്ന പേരുണ്ടല്ലോ, അറിയോ ആന്റി? പറയാവോ? ശത്രുക്കളോട് പ്രതികാരം നടത്തും. അതാണ് ഉത്തരം. അതാണ് ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ഉത്തരം ഇതാണ്: പകരം വീട്ടും, പ്രതികാരം നടത്തും. ഇപ്പൊ ഒരു ക്ലാരിറ്റി വന്നില്ലേ കുറച്ചുകൂടി? ഓക്കെ, അപ്പൊ സന്തോഷമായല്ലോ 4 ക്വസ്റ്റ്യൻസും ഉത്തരം പറഞ്ഞപ്പോ. അപ്പൊ രണ്ടെണ്ണം തന്നെ നല്ലതായിട്ട് പറഞ്ഞു. അത് സാരില്ല, അത് സാരില്ല. നമുക്കിപ്പം എല്ലാ സമയവും നമുക്കിപ്പോ 4 ശരിയാക്കണം എന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ആന്റി എന്തായാലും വചന സമീക്ഷയിലേക്ക് വിളിച്ചതിന് ഏറ്റവും സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കണം. ഇനിയും വിളിക്കാം കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറായിട്ട് ആന്റി പറഞ്ഞതുപോലെ പ്രത്യേകമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പാകപ്പിഴകളും പറ്റാതെ, താളപ്പിഴകളും പറ്റാതെ നല്ലൊരു ഡോക്ടറായിട്ട് എല്ലാവരുടെയും മുന്നിൽ ഒരു മാലാഖയായിട്ട് തന്നെ ഇനിയുള്ള കാലവും തുടരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു ആന്റി. താങ്ക് യു. ഡോക്ടർ ഗ്രേസി ആന്റി ആയിരുന്നു നമ്മളെ വിളിച്ചത്. ആന്റിയുടെ പ്രൊഫഷനെയും ആന്റി ആഗ്രഹിക്കുന്ന പോലെ തരത്തിൽ തന്നെ ഒരു പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒക്കെ സാധിക്കട്ടെ. കുടുംബത്തെ സമർപ്പിച്ചൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊരു കഥയിൽ എത്തി നിൽക്കുകയായിരുന്നു. ആ കർഷകന്റെ ഭാര്യ അറിയിച്ചത് പ്രകാരം, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഇദ്ദേഹം മുതലാളിയെ കാണുവാൻ വേണ്ടി പോവുകയാണ്. മുതലാളിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്, പരിചാരകരുണ്ട്. മുതലാളിയുടെ മക്കളൊക്കെ സന്തോഷത്തോടെ തുള്ളിച്ചാടി വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പോയി ചോദിക്കുകയാണ്, എന്നെ ഒന്ന് സഹായിക്കാവോ? എനിക്ക് വിത്ത് ഇറക്കുവാനുള്ള സമയമായി, വിതയ്ക്കാനുള്ള സമയമായി, അതിനെനിക്ക് കുറച്ച് കാശ് വേണം, എന്നെ ഒന്ന് സഹായിക്കാവോ? എന്നാൽ ആ മുതലാളി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ചെറിയൊരു സാമ്പത്തിക പ്രശ്നമുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്,
നമ്മുടെ എല്ലാവരുടെയും തലവനായിട്ടുള്ള ഗ്രാമത്തലവനായിട്ടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നീ ഒന്ന് പോവുക. അദ്ദേഹം തീർച്ചയായിട്ടും നിന്നെ സഹായിക്കും. അദ്ദേഹത്തിനാണെങ്കിൽ നിറയെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്നാണ് വസ്ത്രങ്ങളെല്ലാം ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോകുന്നത്. അങ്ങനെയെങ്കിൽ നീ അദ്ദേഹത്തെ പോയി ഒന്ന് കാണുക. എന്നാൽ ഈ കർഷകൻ ആ വീടും പരിസരവും ഒക്കെ നോക്കി നിന്നപ്പോഴും ഇയാളുടെ മനസ്സിലൊരു ചിന്ത വരുന്നുണ്ട്. എന്ത് ഭാഗ്യവാനാണ് ഈ മുതലാളി. അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള പണമുണ്ട്. ഏറ്റവും സന്തോഷകരമായി ഒരു ജോലിയും ചെയ്യാതെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുവാൻ ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് ജോലിക്കാരുണ്ട്, നല്ല സാമ്പത്തിക ചുറ്റുപാടുകളുണ്ട്. എന്ത് നല്ല ജീവിതമാണ് അദ്ദേഹത്തിനുള്ളത്. അത്തരത്തിലൊരു ജീവിതം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കർഷകൻ അതിയായി ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മുതലാളി പറഞ്ഞതനുസരിച്ച് ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട അവസ്ഥയായതുകൊണ്ട് മാത്രം ഇദ്ദേഹം ആ ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് പോകുന്ന യാത്രാമധ്യയിലും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത മുതലാളിയെ പോലെ ആകുവാൻ എന്നെ കൊണ്ട് സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളതായിരുന്നു. ഗ്രാമത്തലവന്റെ വീട്ടിലെത്തുന്ന അദ്ദേഹത്തിന് ആ കർഷകന് അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സഹായം ലഭിച്ചിരിക്കുമോ എന്നുള്ള വിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ലീലാമ്മ തോമസ്. ലീലാമ്മ. ആന്റി എവിടെ നിന്നാ വിളിക്കുന്നേ? ഞാൻ കരിശ്ശേരി. കരിശ്ശേരി. ഓക്കെ ഓക്കെ. ആന്റി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലും എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിൽ ഹസ്ബൻഡ് വീണ് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക. ഓക്കെ, ഓപ്പറേഷൻ ചെയ്ത് കിടക്കുവാണോ? ഓക്കെ 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 ആ ഓക്കെ. അപ്പം ശുശ്രൂഷ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ശുശ്രൂഷ ഒക്കെ ചെയ്യുന്ന ഒരു സമയത്താണല്ലേ ഈ വചന സമീക്ഷയിലേക്ക് വിളിച്ചതും? ഓക്കെ, അതിന് പ്രത്യേകമായിട്ട് ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ ആന്റി നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിച്ച് അവരെ തകർക്കും, എന്തുകൊണ്ട്? അവര് വയസ്സിട്ട് സഞ്ചരിക്കുകയും തത്തിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി ഒന്ന് പറയാവോ? ഉറക്കെ പറയാവോ? അവര് നിഗളിച്ച് നടക്കുന്നു. നീട്ടി. ഓക്കെ ആന്റി, ശരി ഉത്തരമാണ്. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. വചനം ഇങ്ങനെയാണ് ഉത്തരം പറയുന്നത്. അവർ അഹങ്കാരികളായതുകൊണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ അതെ അതെ, അത് ശരിയാ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്. അവരുടെ പിതാക്കന്മാർക്ക് എന്താണ് സംഭവിക്കുന്നത്? വാളിനാൽ അവർ വാളിനാൽ വീഴും. ശരി ഉത്തരമാണ് ആന്റി. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്. അവർ വാളിനിരയാവുകയും വീരന്മാർ യുദ്ധത്തിൽ വീഴുകയും ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോ ആന്റി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്. ഞങ്ങൾ സ്വന്തം അപ്പം ഭക്ഷിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം എന്ന് ആരോടാണ് പറഞ്ഞത്? ഒരു പുരുഷന്മാരോട് പറയുന്നു. 7 സ്ത്രീകൾ പറയാ ഞങ്ങൾ ഒരു പുരുഷൻ മതി. ഓക്കെ ഓക്കെ, ശരി ഉത്തരമാണ്. വളരെ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്. 7 സ്ത്രീകൾ ഒരു പുരുഷനോട്. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം അല്ലേ? ഓക്കെ, നാലാമത്തെ ചോദ്യം ഇതാണ്. ആ നാളിൽ ഇസ്രായേലിൽ അവശേഷിക്കുന്നവർക്ക് ഭൂമിയുടെ ഫലം എന്തായിരിക്കും? ഭൂമിയുടെ ഫലം മഹിമ, ഭംഗി, മഹത്വം. ഏറ്റവും അടുത്തെത്തി. ആ ഒരു വചനം പറയുന്ന പോലെ ഒന്ന് പറയാൻ ശ്രമിക്കാവോ ആന്റി? അടുത്തെത്തി. മഹത്വവും ഭൂമിയുടെ ഫലം ഇത്ര മഹിമയും അഴകും. ഓക്കെ, അഴകും. ഓക്കെ, പറഞ്ഞ ഉത്തരം ശരിയാണ്. വാക്കുകൾ ചില വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അത് വിശുദ്ധ ഗ്രന്ഥ വാക്കുകളുടെ വ്യത്യാസം പോലെ ഇരിക്കും. സാരില്ല. ഉത്തരം ഇതാണ്. ശ്രേഷ്ഠവും സുന്ദരവുമായിരിക്കും. ഓക്കെ ഓക്കെ ആന്റി, അപ്പൊ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ 4 ചോദ്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥനയോടെയുള്ള നാളുകളായിരിക്കുമല്ലോ ആന്റിയും കടന്നു പോകുന്നത്. ഇപ്പോ ഹസ്ബൻഡിന്റെ അങ്കിളിന്റെ ഓപ്പറേഷൻ ആയാലും ബാക്കി കാര്യങ്ങളൊക്കെ ആയാലും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഈ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത്. എപ്പോഴും പ്രാർത്ഥനയും കരുത്തിലും. സാറില്ല ആന്റി, കരയണ്ട. എന്തായാലും നമ്മുടെ കണ്ണീർ തുടയ്ക്കുന്നവനാണ് ഈശോ. അപ്പോൾ ആന്റി കുടുംബത്തിലേക്ക് ആ ഒരു വലിയ കൃപ, അനുഗ്രഹം, രോഗസൗഖ്യം ഒക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ.
ഓക്കെ ആന്റി, ഓക്കെ ആന്റി, താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ലീലാമ്മ ആന്റി ആയിരുന്നു കോളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ആ ഒരു കുടുംബത്തിന്റെ ഒരു ആരോഗ്യപരമായിട്ടുള്ള സാഹചര്യമൊക്കെ ആന്റി പറഞ്ഞു, ചെറിയൊരു അതൃപ്തിയിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട്, സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കും ആ കുടുംബത്തെ ഓർക്കാം. നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. ഈ കർഷകൻ കാശ് ചോദിച്ചുകൊണ്ട് മുതലാളിയുടെ വീട്ടിൽ നിന്നും ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക്, അവിടുത്തെ ഏറ്റവും വലിയ വ്യാപാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇയാൾ അതിശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അദ്ദേഹം നോക്കുമ്പോൾ വലിയൊരു കൊട്ടാരം, മാളിക പോലുള്ള ഒരു വീട്, അതിനുള്ളിൽ നിറയെ ജോലിക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കുന്ന നെയ്ത്തു ശാലകളിലേക്കുള്ള അല്ലെങ്കിൽ അതിനുള്ള പണി വസ്തുക്കൾ എടുത്തുകൊണ്ടുപോകുന്ന ജോലിക്കാർ, ഒരുപാട് നെയ്ത്ത് തരത്തിലുള്ള തുണികൾ അവിടെ വച്ചിരിക്കുന്നുണ്ട്. ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ ആ പ്രൗഢിയോടുകൂടി, ഒരു സമ്പന്നന്റെ പ്രൗഢിയോടുകൂടി ആ ഗ്രാമത്തലവൻ അല്ലെങ്കിൽ ആ വ്യാപാരിയും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കർഷകൻ പോയി ചോദിക്കുന്നുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് കുറച്ച് പാടമുണ്ട്, അവിടേക്ക് വിത്ത് വിതയ്ക്കാൻ കുറച്ച് വിത്തിന്റെ ആവശ്യമുണ്ട്, ഇതൊരു വിതക്കാലമാണല്ലോ, അതിനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിൽ നിലവിലില്ല, നിങ്ങൾ എനിക്ക് കാശ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് നിങ്ങളെ തിരിച്ചേൽപ്പിക്കും, ഒപ്പം അതിന് പലിശയും കൂട്ടുപലിശയും ഞാൻ നൽകിക്കോളാം എന്നുള്ളൊരു ഉറപ്പ് കൂടി ആ പാവപ്പെട്ട കർഷകൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അയാൾ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഗ്രാമത്തിലെ ഏറ്റവും സന്തോഷവാൻ മുതലാളിയാണെന്ന് ഞാൻ കരുതി, പക്ഷെ അതിനേക്കാളും സന്തോഷവാനായിട്ടുള്ള, അതിനേക്കാളും സമ്പന്നനായിട്ടുള്ള, എന്തുകൊണ്ടും സുഖലോലുപതയിലായിരിക്കുന്ന ഈ മനുഷ്യൻ, ഈ വ്യാപാരി, പണവും അധികാരവും പ്രതാപവുമുള്ള ഈ ഗ്രാമത്തലവനായിരിക്കും ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്നൊരു തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ എന്നൊരു ചിന്തയിലേക്ക് ആ കർഷകൻ പോകുന്നുണ്ട്. അതായത് സാഹചര്യങ്ങളെ മറികടക്കുന്നതിനനുസരിച്ച് അയാളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു. മറ്റുള്ളവരുടെ ജീവിതം കണ്ട് എനിക്ക് അതുപോലെ ആകണമെന്ന ഒരു തലത്തിലേക്ക് ആ കർഷകൻ മാറുന്നു. എന്നാൽ ഈ ഒരു കർഷകൻ ഈ ഒരു സഹായം ചോദിച്ച നിമിഷത്തിൽ തന്നെ മുതലാളി അദ്ദേഹത്തിന് ആവശ്യമുള്ളത്ര പണം നൽകുന്നുണ്ട്. ആ കർഷകനെ സന്തോഷത്തോടെ അവിടെ നിന്ന് യാത്രയാക്കുന്നുണ്ട്. വളരെ കുറച്ചധികം നിമിഷങ്ങൾക്ക് ശേഷം ഈ വ്യാപാരിക്കൊരു കോള് വരുന്നുണ്ട്. ആ കോളിൽ ഇങ്ങനെ പറയുന്നു, പ്രഭു, നമ്മുടെ നെയ്ത്തിൽ ശാലയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ പല ഭാഗത്തേക്കും പോയിരുന്നു, എന്നാൽ 2 രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ കപ്പലുകൾ തിരിച്ചയച്ചു, നമ്മുടെ വസ്ത്രങ്ങൾ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഇത് കേട്ട മുതലാളി അല്ലെങ്കിൽ ആ വ്യാപാരി വളരെയധികം അസ്വസ്ഥനാകുന്നു. കാരണം തന്റെ ലാഭവിഹിതത്തിൽ നിന്നുള്ള ഒരു പങ്ക് ഇവിടെ നഷ്ടമായിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു മനോവ്യഥയാൽ, ഒരു വിഷമത്താൽ അദ്ദേഹം ആ ഭവനത്തിന്റെ, ആ മാളികയുടെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോയി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് കണ്ടു. ആ മനുഷ്യൻ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ആ മുതലാളി അവിടെ നിന്നും മറ്റൊരു കാര്യം ചിന്തിക്കുന്നു. എന്തായിരിക്കും മുതലാളി ചിന്തിച്ചത് എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി വചന സമീക്ഷയുടെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഓക്കെ, മോള് പഠിക്കുവാണോ? പഠിക്കുക. എത്രാം ക്ലാസ്സിലാ? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക. ആ, കോളേജിലായി, പക്ഷെ സൗണ്ട് കേൾക്കുമ്പോ കുഞ്ഞു കുട്ടികളെ പോലെയാ. ഓക്കെ ഓക്കെ മോളെ, ഇപ്പൊ വെക്കേഷൻ അല്ലേ? അതെ. ഓക്കെ, അപ്പം വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് വീട്ടിലാണോ? അതെ, അടിച്ചു. ഓക്കെ, വചന സമീക്ഷ എന്നും കാണാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ വചന സമീക്ഷയില് നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം മോളോട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, അപ്പോ അന്നയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്, അവർ തങ്ങൾക്ക് തന്നെ വരുത്തുന്നത് എന്താണ്? ദോഷം. ദോഷം ഉറപ്പിച്ചു. ഓക്കെ ഓക്കെ, അന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, ദോഷം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, അവന് നന്മ വരും, തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും. ആരാണ് ആ കൂട്ടർ? നീതിമാന്മാർ. സംശയമൊന്നുമില്ല, ഉറപ്പിച്ചു, ലോക്ക് ചെയ്തു. ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, നീതിമാൻ. ഓക്കെ, അന്ന സന്തോഷമായില്ലേ 2 ക്വസ്റ്റ്യൻസിന് ശരി ഉത്തരം പറഞ്ഞപ്പോ? ഓക്കെ, മോൾ ഡിഗ്രിക്ക് ഏത് വിഷയമാണ് പഠിക്കുന്നേ? ഏതാ? ഫാഷൻ ഡിസൈൻ. ഓക്കെ, ഭാവിയിലെ നല്ലൊരു ഫാഷൻ ഡിസൈനർ ആണ് അപ്പൊ വചന സമീക്ഷയിൽ ഈ സമയം നമ്മളോടൊപ്പം ഉള്ളതല്ലേ? ലോകം അറിയപ്പെടുന്ന നല്ലൊരു ഡിസൈനർ ആയിട്ട് മാറട്ടെ കേട്ടോ. എല്ലാ പ്രാർത്ഥന ആശംസകളും. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ചോദ്യം ഇതാണ്,
ദൈവജനത്തെ പീഡിപ്പിക്കുന്നത് ആരായിരുന്നു? കുട്ടികൾ. കുട്ടികൾ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം കുട്ടികൾ. എന്നാ നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചു നിർത്താവേ. ചോദ്യം ഇതാണ്, ദൈവജനത്തെ വാഴുന്നത് ആരായിരുന്നു? സ്ത്രീകൾ. സ്ത്രീകൾ. സംശയമൊന്നുമില്ല. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. 4 ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. ശരി ഉത്തരം സ്ത്രീകൾ. സന്തോഷമായില്ലേ? അപ്പൊ ഇനി വചന സമീക്ഷയിലേക്ക് ഇനിയും വിളിക്കാം കേട്ടോ. അന്നയാണ് നമ്മളെ വിളിച്ചത്. അന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അപ്പൊ അന്നയ്ക്കും കുടുംബത്തിനും പഠന മേഖലയൊക്കെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം, സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ ഈ ഒരു കഥയുടെ അന്ത്യത്തിലേക്ക് കൂടി വരാം. നമ്മൾ പറഞ്ഞു, ആ വ്യാപാരി ആ വലിയ മാളികയ്ക്ക് മുകളിലുള്ള ജനാലയുടെ താഴേക്ക് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് കണ്ടു. ആ മനുഷ്യനെ കണ്ടപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, എന്ത് നിസ്സാരമായി, എന്ത് ലളിതമായി, യാതൊരുവിധ ടെൻഷനും ഇല്ലാതെയാണ് ഈ വ്യക്തി നടന്നു പോകുന്നത്. ആ മനുഷ്യനെ പോലെ ആകുവാൻ ഒന്ന് സാധിച്ചിരുന്നെങ്കിൽ. അത് മറ്റാരുമായിരുന്നില്ല, കഥയുടെ തുടക്കത്തിൽ ആ കർഷകന്റെ ജീവിതത്തെ കൊതിയോടെ നോക്കിക്കൊണ്ടു നിന്ന യാചകനായിരുന്നു. അയാൾ ഒരു യാചകനായതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് യാചിച്ച് ഭക്ഷണം കഴിച്ച് യാതൊരു വിധത്തിലുമുള്ള ചിന്തകളുടെ അലച്ചിലുകളില്ലാതെ നടന്നു നീങ്ങുന്നത് കണ്ട് ഏറ്റവും ആ ഗ്രാമത്തിലെ തന്നെ പണക്കാരനായ വ്യാപാരി അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ചിന്തിക്കുകയാണ്, എനിക്ക് ആ യാചകനെ പോലെ ആകാൻ സാധിച്ചിരുന്നെങ്കിൽ, എല്ലാ ചിന്തകളിൽ നിന്നും ഓടിയൊളിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മൾ നേരിടുന്ന പ്രശ്നം ഇത് തന്നെയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തെ പുറത്തുനിന്ന് കണ്ടുകൊണ്ട് വിലയിരുത്തുന്ന ഒരു പ്രവണത നമ്മുടെ എല്ലാം കൂടെ പിറപ്പാണ്. അങ്ങനെയെങ്കിൽ പലപ്പോഴും പല സാഹചര്യങ്ങളായി അവനായി മാറുവാൻ, അവളായി മാറുവാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നൊരു ചിന്ത, ആ ഭ്രമം നമ്മെ മതിക്കുമ്പോൾ, നമ്മെ മെതിച്ച് ചവിട്ടി നടക്കുമ്പോൾ അവിടെയെല്ലാം അല്ല, എൻ്റെ ജീവിതം എൻ്റെ ഈശോ തന്ന ദാനമാണ്, ഈ താലന്തുകൾ എനിക്ക് ഉപയോഗിക്കുവാനുള്ള കൃപ ദൈവത്തിൽ നിന്നാണ്, സ്വർഗത്തിൽ നിന്നാണ്, എനിക്ക് ഈ ജീവിതം മതി ലോകത്തിൽ സന്തോഷിക്കുവാനും നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനും എന്നുള്ള ഒരു തിരിച്ചറിവിൽ പൂർണ്ണ സംതൃപ്തിയോടുകൂടി ഈ ജീവിതം ജീവിച്ചു തീർക്കുവാൻ നമുക്ക് സാധിക്കണം. അവനെപ്പോലെയോ അവളെപ്പോലെയോ ആകാനല്ല, മറിച്ച് എന്നെ പോലെയാകുവാൻ, എന്നെ പോലെ തന്നെ എന്നെ കാണുവാൻ, സ്നേഹിക്കുവാൻ ഈശോ അവനെ കണ്ടതുപോലെ, ഈശോ നമ്മളെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ. അതിനുള്ളതായി നമ്മുടെ ഇനിയുള്ള ജീവിതത്തെ, മുന്നോട്ടുള്ള ജീവിതത്തെ നമുക്ക് പരിവർത്തനപ്പെടുത്താം. വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.